മനുഷ്യന് തൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കത്തില്ല. ജീവിതത്തിൽ പലപ്പോഴും നാം ഒരു മാസ്ക് ധരിക്കുന്നു, ബലമുള്ളവനായി കാണിക്കാൻ, എല്ലാം നിയന്ത്രണത്തിലാണെന്ന് തോന്നിക്കാൻ. പക്ഷേ ആ മാസ്കിന്റെ പിന്നിൽ ഭയവും ക്ഷീണവും ആശങ്കയും ഒളിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ ആശങ്കയുണ്ടെങ്കിലും ഒരച്ഛൻ തൻ്റെ മക്കളുടെ മുമ്പിൽ ബലമായി നിൽക്കും. ഉള്ളിൽ ക്ഷീണമുണ്ടെങ്കിലും ഒരമ്മ കരുത്തായി നിൽക്കും. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഒരു വിദ്യാർത്ഥി ആത്മവിശ്വാസത്തോടെ നടക്കും. അതുകൊണ്ട് മനുഷ്യന് ഒരു സേഫ് ഇമോഷണൽ സ്പേസ് ആവശ്യമാണ്. എന്താണത്? വിധിയില്ലാത്ത സ്ഥലം, വിമർശനമില്ലാത്ത സാന്നിധ്യം, ഭയമില്ലാതെ തുറന്നു പറയാൻ കഴിയുന്ന ഇടം. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ഭയപ്പെടുമ്പോൾ അതെൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കും. അമ്മ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നില്ല, പക്ഷേ കുഞ്ഞിനെ ചേർത്തു പിടിക്കും. ആ ചേർത്തുപിടിത്തം കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റമിനെ ശാന്തമാക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ കണ്ടെയ്ൻമെന്റ് എന്ന് വിളിക്കുന്നു. വികാരങ്ങളെ സുരക്ഷിതമായി ഉൾക്കൊള്ളുന്ന ഒരു സാന്നിധ്യ ധ്യാന അനുഭവം. നാം ഇനി കുഞ്ഞുങ്ങളല്ലെങ്കിലും വളർന്നവർക്കും അതേ ആവശ്യം തുടരുന്നു. എല്ലാവർക്കും തുറന്നു പറയാൻ ഒരാൾ ലഭിക്കണമെന്നില്ല. അവിടെയാണ് ആത്മീയതയുടെ പങ്ക് ആരംഭിക്കുന്നത്. ഇവിടെ ദൈവം പ്രോബ്ലം സോൾവിംഗ് സെന്റർ മാത്രമല്ല, ഒരു ഇമോഷണൽ സേഫ് സ്പേസ് കൂടിയാണ്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മാസ്ക് ആവശ്യമില്ല, നാടകമില്ല, ഭയം, വേദന, കോപം, ആശങ്ക എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സുരക്ഷിത സാന്നിധ്യമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയെ ഒരു മതാചാരമായി മാത്രം കാണാൻ കഴിയില്ല. അത് മനുഷ്യന്റെ ഇമോഷണൽ റെഗുലേഷനിലുള്ള ഒരു ആഴത്തിലുള്ള മാർഗമാണ്. വികാരങ്ങൾ അസംഘടിതമാകുമ്പോൾ, അതായത് ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു, അശാന്തി ഉയരുന്നു, പക്ഷേ അതിന്റെ കാരണം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്തരുണത്തിൽ പ്രാർത്ഥന അവയെ വാക്കുകളാക്കി അർത്ഥത്തിലേക്ക് നയിച്ച് അവസാനം സാന്നിധ്യത്തിൽ ശാന്തമാക്കുന്ന ആന്തരിക പ്രക്രിയയായി മാറുന്നു.